ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് വസന്ത്, ഇപ്പോൾ പ്രൊഫസർ എ ജെ ജോർജ് 4 പേരെയാണ്, 4 സംവിധാനങ്ങളെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയത്. അതിൽ ഒന്ന് മൈനാഗപ്പള്ളി പഞ്ചായത്താണ്. ഈ മൈനാഗപ്പള്ളി പഞ്ചായത്ത് എന്ത് കണ്ടിട്ടാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. മാത്രവുമല്ല, ഈ വാർഡ് പ്രതിനിധീകരിക്കുന്നത് ഒരു കോൺഗ്രസ് മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി ആ പഞ്ചായത്ത് മെമ്പർക്കറിയാം ഈ സ്കൂളിൻ്റെ മുകളിലൂടെ ഇത്തരത്തിൽ അപകടകരമായ വിധത്തിൽ വൈദ്യുതി ലൈൻ പോകുന്നുണ്ട് എന്നുള്ളത്. അവർക്കറിയാം, പഞ്ചായത്ത് മെമ്പർക്കറിയാം, പഞ്ചായത്തിനും ഒരുപക്ഷെ അറിയാമായിരിക്കാം. കോൺഗ്രസിനും വലിയ ബന്ധമുള്ള ഒരു സ്കൂൾ തന്നെയാണ് ഈ തേവലക്കര സ്കൂൾ. എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞത്? അഡ്വക്കേറ്റ് വസന്ത്. അല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സ്കൂളിന്റെ മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് നിയന്ത്രിക്കുന്നത് കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോനാണ്. അങ്ങനെ ഒരു ഇടതുപക്ഷ MLA നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സ്കൂളിൽ അവിടുത്തെ വാർഡ് മെമ്പർ ആരും ആയിക്കോട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവട്ടെ, അവർ ആ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ പോലും യാതൊരുവിധ നടപടികളും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് സത്യാനന്തര കാലത്തെ കേരളത്തിന്റെ നേർസാക്ഷ്യം. 2, പ്രിയപ്പെട്ട ജോർജ് സാർ 1, 2, 3, 4 എന്ന് ഒരു പ്രതിപട്ടിക സൃഷ്ടിച്ചു എങ്കിലും ഞാൻ ഇതിൽ ഏറ്റവും ഒന്നാമതായി പ്രതിപട്ടികയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ചിഞ്ചു റാണിയാണ്. നോക്കൂ, അവരൊരു അമ്മയാണ്. അഡ്വക്കേറ്റ് വസന്ത് സിരേഖ്, അങ്ങ് പറഞ്ഞു വന്നത് പ്രൊഫസർ സൂചിപ്പിച്ചതുപോലെ ആ 4 പ്രതികളല്ല യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത്. മന്ത്രി ചിഞ്ചു റാണി പ്രതിസ്ഥാനത്ത് ആണ് എന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു അമ്മ എന്ന നിലയിൽ ഒരു തരത്തിലും അമ്മ എന്ന ഒരു വികാരമുള്ള ഒരു സ്ത്രീക്ക് ഒരു തരത്തിലും പെരുമാറാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ വാക്കുകളുണ്ടായത്, പ്രവർത്തികളുണ്ടായത്. അത് വളരെ കൃത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഇപ്പോൾ കുറ്റകരമായ ഒരു അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ താങ്കളുടെ പ്രതികരണം അനിവാര്യമാണ്. തീർച്ചയായും അത് പറഞ്ഞു വെക്കാം. പക്ഷെ അതിന് ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീര് മായുന്നതിന് മുമ്പ്, സ്വന്തം സഹോദരങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ആ ഓർമ്മയൊന്ന് മാഞ്ഞു കിട്ടുന്നതിന് മുമ്പ്, ഈ ചിഞ്ചു റാണി എന്ന് പറയുന്ന മന്ത്രി അവരൊരു റാണി ചമഞ്ഞ് അവർ സ്വമേധയാ വിധി പ്രസ്താവിക്കുകയാണ്. ആരാണ് ഇതിൽ കുറ്റക്കാരൻ? കുറ്റക്കാരൻ കുട്ടിയാണ്. ആർക്ക് പങ്കില്ല? ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല. വിദ്യാഭ്യാസ വകുപ്പിന് പങ്കില്ല, KSEBിക്ക് പങ്കില്ല, കോവൂർ കുഞ്ഞുമോന് പങ്കില്ല, അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിനും പങ്കില്ല. ഞങ്ങളെല്ലാം പരിശുദ്ധരാണ്. എന്നാൽ അവിടെ ആ ഷെഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറിയ കുട്ടിയാണ് പ്രശ്നക്കാരൻ. ഒരുപക്ഷെ അവൻ ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ അവനെ ജയിലിലേക്ക് അയച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ജുവനൈൽ ഹോമിൽ അയച്ച് അവനെ ശിക്ഷിക്കേണ്ട വിധത്തിലുള്ള കുറ്റമാണ് അവൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ശേഷവും ആ കുട്ടിയെ വേട്ടയാടുന്ന രീതിയിൽ സ്വന്തം സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി, വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച മന്ത്രിയാണ് ഒന്നാമത്തെ പ്രതി. അത് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എന്റെ വികാരമാണ്, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എന്റെ വികാരമാണ്. അവരാണ് ഒന്നാമത്തെ പ്രതി. അവരാണ് ഇതിൽ ക്രൂസിഫൈ ചെയ്യപ്പെടേണ്ടത്. നോക്കൂ, ഈ സർക്കാരിന്റെ പരാജയങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാജയങ്ങൾ തുടങ്ങിയത് ഇന്നാണോ? കൃത്യമായി പറഞ്ഞാൽ 2019 നവംബർ മാസം സുൽത്താൻ ബത്തേരിയിൽ ഷെഹ്ല ഷെറിൻ എന്ന് പറയുന്ന കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച് ആ സമയത്ത് സർക്കാർ ഇതേപോലെ പറഞ്ഞു, ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് പിണറായി വിജയന് ലെറ്റർ അയക്കുന്നുണ്ട്. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണം. ഞങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ വളരെ കൃത്യമായി അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നുണ്ട്. സ്കൂളുകൾ, നമ്മുടെ ഹോസ്പിറ്റലുകൾ, ഇങ്ങനെയുള്ളിടത്ത് ഒരു സെക്യൂരിറ്റി ഓഡിറ്റ്, ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവർ ഇതിനുവേണ്ടി ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് ആരെടുത്ത് പുട്ടടിച്ചു എന്നുള്ളത് അറിയണ്ടേ? എന്നറിയണ്ടേ? സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി, സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ പണം മാറ്റിവെച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. പിന്നെ എന്ത് സുരക്ഷ ഓഡിറ്റ് അവർ നടത്തിയത്? ഇന്ന് തൃശ്ശൂരിൽ ഒരു സ്കൂളിൽ നിന്ന് മൂർഖൻ പാമ്പിനെയാണ് സ്കൂളിന്റെ ഡ്രോയിൽ നിന്ന് കിട്ടിയതായി ജനമടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്കൂളുകളെല്ലാം നമ്പർ 1 ആണ്. ഇവർ കിഫ്ബിയിലൂടെ കപ്പം കൊടുത്തുണ്ടാക്കിയതാണ് ഈ സ്കൂളുകളെല്ലാം എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളിൽ കിഫ്ബി അല്ല ഉള്ളത്, മൂർഖൻ പാമ്പുകളാണുള്ളത്, പാമ്പുകളുടെ കുഞ്ഞുങ്ങളാണുള്ളത്.
നമ്മുടെ സ്കൂളുകളിൽ നാളത്തെ പൗരന്മാരെ നമ്മൾ അടവെച്ച് വിരിയിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ ഏതെങ്കിലും ഷെൽഫിനുള്ളിൽ പാമ്പ് പൊട്ടയിട്ട് വിരിയിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നാണമാവുന്നില്ലേ? എന്നിട്ട് നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിട്ട് പറയും, നോക്കൂ അവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതാ തെലങ്കാനയിലേക്ക് നോക്കൂ അവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മളെല്ലാം വലിയ സാക്ഷര സമ്പന്നരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ നാടിനെ പിന്നോട്ടടിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഷെഹ്ല ഷെരീഫിന്റെ വിഷയം ഉണ്ടായ കാലത്ത് തന്നെ ഈ സർക്കാർ പറഞ്ഞിരുന്നതാണ് നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഇനി ഇത് ആവർത്തിക്കില്ല എന്ന്. എന്നാൽ 4 വർഷം കഴിഞ്ഞ് മറ്റൊരു കുട്ടിക്ക് ആ ജീവൻ നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ആ പഞ്ചായത്ത് അടക്കം ഇനി ഞങ്ങളുടെ മെമ്പറാണോ? അല്ല വസന്ത, അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അതിന്റെ തൊട്ടുപുറകെ നെയ്യാറ്റിൻകര സ്കൂളിലും ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ പാമ്പ് കടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയും പാമ്പിന്റെ പൊത്തുകളാണ് ആ സ്കൂളിൽ മുഴുവൻ കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും എന്തുകൊണ്ടാണ് നീലിമ ഈ പാമ്പുകൾ സ്കൂളിലേക്ക് വരുന്നത്? അതിന്റെ ചുറ്റും പരിസരങ്ങൾ വൃത്തിയാക്കപ്പെടാത്തത് കൊണ്ടാണ്. നോക്കൂ, സ്കൂളുകളുടെ ചുറ്റും പരിസരങ്ങളും വൃത്തിയാക്കപ്പെടാൻ വേണ്ടി മാത്രം ഈ സർക്കാർ പൈസ മാറ്റി വെക്കുന്നുണ്ട്. ആ പൈസ എവിടെ പോകുന്നു? ആ പൈസ എടുത്ത് ആരാണ് പൊട്ടടിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെയൊക്കെയാണ് പഞ്ചായത്തുകൾക്ക് അധികാരമുള്ളത്. ഒരു സ്കൂളില് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകരുത് പഞ്ചായത്ത്. പക്ഷേ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചത്? താങ്കൾ ആ വിഷയത്തിലേക്കൊന്ന് വരണം. അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അവിടെയുള്ള വാർഡ് മെമ്പർ ഞങ്ങളുടെ വാർഡ് മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആണെങ്കിൽ ആരുടെയും ആയിക്കോട്ടെ, അയാൾക്കടക്കം ധാർമ്മികപരമായ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ആരും അതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. ധാർമ്മികപരമായ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നത്, കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ വേദനിപ്പിക്കുന്നത്, ഒരു മന്ത്രി ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം, ധാർമ്മികപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അമ്മയുടെ സ്നേഹമുള്ള, വാത്സല്യമുള്ള, ഹൃദ്യമായ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കില്ലേ? അതായത് ഇങ്ങനൊരു അബദ്ധം ആ സ്കൂളിൽ സംഭവിച്ചതായി അറിയുന്നു, അതിൽ നമ്മൾ വിശദമായ അന്വേഷണം നടത്തും, അല്ലെങ്കിൽ റിപ്പോർട്ട് ആവശ്യപ്പെടും, തൽക്കാലം ആ കുടുംബത്തിന്റെ വേദനയോടൊപ്പം പങ്കുചേരുകയാണ് എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ചിഞ്ചുറാണി എന്താണ് ചെയ്തത്? ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ അവിടെ വരാതെ പാട്ടുപാടാൻ പോയ വനം വകുപ്പ് മന്ത്രിയെ പോലെ ഇവർ ഉടനെ പോയി സൂംബ ഡാൻസ് കളിക്കാൻ പോയി. കണ്ടല്ലോ നമ്മൾ അവരുടെ സൂംബ ഡാൻസ്. ഈ കുട്ടിയുടെ ശവശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് സൂംബ ഡാൻസ് കളിക്കാൻ പോയ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ സംസ്ഥാനത്തുള്ളത്. അവർക്ക് എന്ത് ധാർമ്മികപരമായ ഉത്തരവാദിത്തമുള്ളത്? അവർക്ക് എന്ത് ആ പൊസിഷനിൽ തുടരാൻ, മന്ത്രിസഭയുടെ മന്ത്രി എന്നുള്ള നിലയിൽ ഇനി തുടരാൻ അവർക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണുള്ളത്? നോക്കി, ഈ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അവന്റെ അപ്പൻ കൂലിപ്പണിക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പെട്രോൾ അടിക്കുന്ന വകയിൽ 33-34 രൂപ ലൂട്ട് ചെയ്ത് ആ പൈസ കൊണ്ട് സുഖവാസം നടത്തുന്ന ആളാണ് ചിഞ്ചുറാണി. മനസ്സിലായില്ലേ? ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ അപ്പൻ കൂലിപ്പണിക്ക് പോകുന്ന പൈസ വരെ എടുത്ത് ഈ പറയുന്ന ഡെയിലി കാഷ്യൂനട്ടും ബദാമും അണ്ടിപ്പരപ്പും കഴിച്ച് വണ്ണിച്ച് അതിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് 35,000-ന്റെയും 55,000-ന്റെയും കണ്ണടയും വെച്ച് കാറിൽ കയറി AC സുഖവാസം നടത്തുന്ന ചിഞ്ചുറാണി അവരുടെ വേദനയിൽ പങ്കുചേർന്നില്ല എന്ന് മാത്രമല്ല, അവരെ അപമാനിക്കുന്ന രീതിയിൽ, അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രതികരണം നടത്തുന്നു. ആ പ്രതികരണം നടത്തി നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ജീവന്റെ കണിക അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപറഞ്ഞ് പരലോകത്തേക്ക് പൂർണ്ണമായും പോകുന്നതിന് മുമ്പ് അവർ പോയി ഡാൻസ് കളിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റൂ, നിങ്ങൾ കണ്ടോളൂ. വസന്ത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കും അവിടുത്തെ അംഗങ്ങൾക്കും, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ആ വിവരം താങ്കൾക്കറിയാമോ? അപ്പോൾ കാലങ്ങളായി ഊഞ്ഞാല് പോലെ ഈ 3 ഫേസ് ലൈൻ ആ സ്കൂളിന്റെ മുകളിലൂടെ കടന്നു പോകുന്നതൊക്കെ അറിയാത്തവരല്ല ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയും അവിടുത്തെ മെമ്പറും ഇപ്പോൾ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന രാജേന്ദ്ര പ്രസാദിനൊന്നും ഈ വിവരം അറിയാത്തത് കൊണ്ടല്ല. ഈ കൺസേൺ വളരെ കൃത്യമായി സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് മെയ് 29-ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മൈനാഗപ്പള്ളി പഞ്ചായത്ത് നൽകുന്നത്. അപ്പോൾ പഞ്ചായത്ത് അങ്ങേയറ്റം കെടുകാര്യസ്ഥതയിലെ ഈ വിഷയത്തിലുണ്ടായത്. ഇത് പരിശോധിക്കാൻ പോയ അസിസ്റ്റന്റ് എഞ്ചിനീയർ എവിടെ നോക്കിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്നതൊക്കെ പ്രശ്നമല്ലേ? അപ്പോൾ സർക്കാർ മാത്രമല്ല, സർക്കാർ വളരെ കൃത്യമായി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അമ്പേ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഒപ്പം തന്നെ നിങ്ങൾക്കും ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുമോ അഡ്വക്കേറ്റ് വസന്ത്?
നീലിമ ധാർമ്മികപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തന്നെ നിയമപരമായ ഉത്തരവാദിത്വം ആ പഞ്ചായത്തിനില്ല. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ ജനപ്രതിനിധികൾക്ക് യാതൊരുവിധ പങ്കുമില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതൊരു സ്ഥാപനത്തിന്റെ ആവട്ടെ അല്ലെങ്കിൽ ഒരു വ്യവസായശാലയുടെ ആവട്ടെ, ഇതൊക്കെ കൊടുക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. പക്ഷെ അതിൽ ഇടപെടണം, ധാർമ്മികപരമായി ഇടപെടാനുള്ള ഉത്തരവാദിത്വം ആ മെമ്പർമാർക്ക്. ധാർമ്മികമായ ഇടപെടൽ ഉണ്ടായില്ല എന്നത് തന്നെയാണ് മൈനാഗപ്പള്ളി പഞ്ചായത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന ചാർത്തപ്പെടുന്ന കുറ്റം. അത് അംഗീകരിച്ചുകൊണ്ട് ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.